സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണെങ്കിൽ മാത്രം നിർമ്മാതാവായി തുടരാമെന്ന് പറയുന്ന ഇപ്പോൾ PV ഗംഗാധരനെ പോലുള്ള നിർമ്മാതാക്കൾ ഒരു വശത്ത് കാത്തു നിൽക്കുന്നു. താങ്കളിലെ ഒരു മൂല്യത്തെയാണ് ശരിക്കും ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സ്വന്തമായി ഒരു ചിത്രം നിർമ്മിക്കാം, അതുവഴി ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്നൊന്നും തോന്നിയിട്ടില്ലേ? അല്ല, അത് എൻ്റെ മുമ്പിലുള്ള കുറേ വ്യക്തികളുടെ പാഠങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തികളുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും സിനിമകൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിനിമകൾ വെച്ച് ബിസിനസ് ചെയ്തിട്ട് വളരെ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന നിർമ്മാതാക്കളെ ചിലപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, ഇതെന്തിനാണ് വേറൊരാൾക്ക് ഇതിൻ്റെ ലാഭം കൊണ്ടുപോകുന്നത്? ഞാൻ തന്നെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്റേഴ്സൊക്കെ പൈസ ഫൈനാൻസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒറ്റ നയ പൈസ കയ്യിൽ നിന്ന് മുടക്കാതെ തന്നെ എനിക്ക് നിർമ്മാതാവുകയും അതിൻ്റെ ലാഭം മുഴുവൻ എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിൽക്കാലത്ത് കടക്കണിയിലായി പോയ ധാരാളം നല്ല സംവിധായകരുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് എനിക്കങ്ങനെ ഒരു വലിയ ബാധ്യതകൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം ഞാനൊരു കച്ചവടക്കാരനല്ല, ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ട് പണം മുടക്കുന്ന ഒരു നിർമ്മാതാവിന് എനിക്ക് കിട്ടുന്നതിനേക്കാൾ 10 ഇരട്ടി ലാഭം കിട്ടിയാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ജോലി ചെയ്യുന്നതിനുള്ള പ്രതിഫലം മാത്രം മതി. അത് കൃത്യമായി കിട്ടിയേ കൊള്ളാമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളത് വെച്ചാൽ എനിക്കത് ആവശ്യമുള്ളത് കൊണ്ടും അത്തരം ആളുകൾക്ക് മാത്രമേ ഞാനിപ്പോൾ പടം ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒരു നിർമ്മാതാവ് ചിലപ്പോൾ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് റിലീസ് ചെയ്യാറാവുന്ന സമയത്ത് പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ റിലീസ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാക്കി പണം സെറ്റിൽ ചെയ്യാം എന്ന് പറയുമ്പോൾ ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ റിലീസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുമെന്ന് ഞാൻ ഇന്ന് വരെ ഒരു ലാബ് ലെറ്ററും കൊടുത്തിട്ടില്ല. ഞാൻ അത് അവർ വിശ്വസിച്ചിട്ട് സിനിമ ഇറക്കാൻ സമ്മതിക്കാറുള്ളത്. ഓടിയ സിനിമയ്ക്ക് പോലും ചിലപ്പോൾ ആ സമ്മതിച്ച ആൾ ചിലപ്പോൾ പൈസ കൊണ്ട് തന്നില്ല എന്ന് വരും. കാരണം പടം റിലീസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിക്കുന്നത് ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടാനുള്ള പ്രതിഫലം കിട്ടിക്കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഞാനത് അർഹിക്കുന്നതാണെങ്കിൽ അയാളെ കൊണ്ടുതരണമല്ലോ. ഒറ്റ കാര്യം ചെയ്യുന്നത്, അയാളെ പിന്നെ ഞാൻ സഹകരിപ്പിക്കുന്നില്ല, അല്ലെ അയാൾക്ക് വേണ്ടി ഞാൻ പിന്നെ പടം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കും. അത്തരം പോയ ആളുകൾ വലിയ ഓഫറുകളായിട്ട് പിന്നീട് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പക്ഷേ സ്വീകരിച്ചിട്ടില്ല. അന്ന് തരാൻ ബാക്കിയുള്ള പൈസയും അടുത്ത പൈസയ്ക്ക് പടത്തിനെ മോഹിപ്പിക്കുന്ന റിമ്യൂറേഷനൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന ആളുകളെ ഞാൻ വളരെ സ്നേഹപൂർവ്വം അകറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു ക്യാരക്ടറാണ്. എപ്പോഴെങ്കിലും തിരക്കഥ എഴുതുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ ലോകിതദാസ് ഇല്ലാതിരുന്ന സമയത്തും അതുപോലെ തന്നെ ശ്രീനിവാസനെ കിട്ടാതെ വന്ന സാഹചര്യത്തിലൊക്കെ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? നഷ്ടബോധമൊക്കെ തോന്നി? ഇല്ല, അത് നമുക്ക് തോന്നാൻ പാടില്ലല്ലോ. കാരണം ഞാൻ സിനിമ സംവിധാനം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ശ്രീനിവാസനും ഇല്ല, ലോഹിദാസും ഇല്ല, ആരുമില്ല. അപ്പോൾ ആരെയും മുന്നിൽ കണ്ടുകൊണ്ടല്ല നമ്മൾ സിനിമ ചെയ്തു തുടങ്ങുന്നത്. സിനിമ എന്ന് പറയുന്നത് തികച്ചും സ്വകാര്യമായ ഒരു കാര്യമാണ്. എൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സെൽഫിഷാണ്, ഞാൻ വളരെ സ്വാർത്ഥനാണ്. എൻ്റെ സിനിമയ്ക്ക് ഏതെല്ലാം ഭാഗത്തുനിന്ന് ഏതെല്ലാം നേട്ടങ്ങളുണ്ടാവണം, അല്ലെങ്കിൽ ഏതെല്ലാം ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളില്ല എന്നുള്ളതിനെ പറ്റി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മാത്രമല്ല, ഞാനിപ്പോഴും കഴിഞ്ഞ സിനിമ വരയ്ക്കും ഒരു സിനിമ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും സ്റ്റക്കാകുമ്പോൾ ഇവരൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പോൾ കഥ തുടരുന്നു എന്നുള്ള സിനിമയിൽ ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഭാഗ്യദേവത എന്നുള്ള സിനിമയിൽ ലോഹിദാസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഞാൻ തിരക്കഥ എഴുതുന്ന സമയത്ത് സ്റ്റക്കാകുമ്പോൾ ഞങ്ങൾക്ക് സുഹൃത്തുക്കളും കൂടി ആയതുകൊണ്ട് ഒന്നുകൂടി വരാൻ പറയും. എന്നിട്ട് അവർ വരികയും എൻ്റെ കൂടെ ഇരിക്കുകയും ഞങ്ങളൊന്നിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് സജീവമായി. അപ്പോൾ അതിൽ സങ്കടത്തിൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. തിരിച്ചും ചെയ്യാറുണ്ട്. ഇപ്പോൾ ശ്രീനിവാസനായാലും ലോഹിദാസ് ആയാലും ആ സമയത്ത് അവരുടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നു ഞാൻ ഓടി ചെല്ലാറുണ്ട്. അതൊരു പരസ്പരമുള്ള സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. പിന്നെ എഴുതാനിരിക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ എന്തായാലും നമുക്ക് എഴുതാൻ സാധിക്കില്ല. അത് എൻജോയ് ചെയ്ത് എഴുതാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു വേവലും അതിൻ്റെ തീയും അതിൻ്റെ ദുഃഖവും അതിൻ്റെ സങ്കടവും ഒക്കെ നമ്മൾ അനുഭവിച്ചു തന്നെ പറ്റുള്ളൂ. അപ്പം ഒരാളുണ്ടെങ്കിൽ സഹായമാണ് എന്നുള്ളതിനപ്പുറത്ത് ഒരാളില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ എഴുതുക. അതിൽ അങ്ങനെ നഷ്ടബോധമൊന്നും തോന്നാറില്ല. പക്ഷേ അതൊരു കുറച്ച് സ്ട്രെയിൻ കൂടുതലാണ് സ്വാഭാവികമായിട്ടും. ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഒരാളുടെയും കൂടി കോൺട്രിബ്യൂഷൻ എൻ്റെ സിനിമയ്ക്ക് കിട്ടുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഇന്നത്തെ ചുറ്റുപാടിൽ ഏത് കാഴ്ചകളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ വിഷമിപ്പിക്കാറുള്ളത്? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, ജനങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്രയോ ഉയരത്തിലെത്തുമായിരുന്നു എന്ന് തോന്നാറുണ്ട്. രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ളൊരു അപജയം ശരിക്കും നമ്മളൊരു നിഷ്പക്ഷൻ എന്നുള്ള നിലയിൽ നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നിയമന തട്ടിപ്പ്, ഭൂമികളുടെ ക്രയവിക്രയം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പണ്ടൊക്കെ രാഷ്ട്രീയ നേതാക്കളെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത്
ഒരു രാജ്യം നന്നാവാൻ വേണ്ടി ഒന്നിച്ച് ശ്രമിക്കുന്നു. രാഷ്ട്രീയം എന്ന് പറയുന്നത് സേവനമാണ്. സന്ദേശം എന്നുള്ള സിനിമയിൽ തന്നെ പറയുന്നതാണ്. സേവിക്കാൻ തയ്യാറായിരിക്കുക, സേവനത്തിന് തയ്യാറാവുന്ന ആളുകളാണ് രാഷ്ട്രീയ രംഗത്ത് വരേണ്ടത്. ഇന്ന് പലപ്പോഴും രാഷ്ട്രീയം ഒരു തൊഴിലായി മാറുമ്പോൾ അതിൻ്റെ ഒരു അപജയം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ 4 ആൾ ഒന്നിച്ച് ചേർന്ന് പരിചയപ്പെടുമ്പോൾ നിങ്ങളെന്ത് ചെയ്യുന്നു, ഞാൻ ചാനലിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ പൊളിറ്റിക്സിലാണ്. അത് അവൻ്റെ ഒരു ജോലിയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ കുറച്ചും കൂടിയും ഇത് കുറച്ചും കൂടി ഒരു തെളിച്ചമുണ്ടാവണം. തെളിച്ചമുള്ള ആളുകളുണ്ട് ഇവിടെ, മനസ്സിലായില്ല. അപ്പോൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നല്ല വ്യക്തികളുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദൻ നമുക്ക് വളരെ കൂടുതൽ പ്രതീക്ഷയും വളരെ കൂടുതൽ വിശ്വാസമുള്ള രാഷ്ട്രീയ നേതാവാണ്. AK ആൻ്റണി അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കണം, VM സുധീരൻ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ കുറേ ആളുകൾ പല രീതിയിലുള്ള, ഇപ്പോൾ സംഘടനാ നേതൃത്വത്തിൽ സംഘടനാ പാഠവും ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. ഇതൊക്കെ അങ്ങനെ ധാരാളം പേരുണ്ടെങ്കിലും ഒരു ഇടയിലുണ്ടാകുന്ന ചില പുഴുക്കുത്തുകൾ കാരണം നമ്മുടെ മൊത്തം സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരുപാട് അപജയം സംഭവിക്കുന്നുണ്ട്. അത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കാലങ്ങൾ ചെല്ലുന്തോറും മനുഷ്യൻ കൂടുതൽ അവനവനിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു രീതി ഉണ്ടാകുന്നു. അതായത് സങ്കുചിതമായ ചിന്തകൾ, അവനവൻ്റെ മാത്രം ലാഭം നോക്കുന്ന ചിന്തകൾ, അതൊക്കെ ഈ സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകളാണ്. പണ്ടുണ്ടായിരുന്ന അത്രയ്ക്കൊരു കൂട്ടായ്മ ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതിന് ചിലപ്പോൾ പലപ്പോഴും ആരെങ്കിലും മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടി വരുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ന് ശരിക്കും ഇവിടെ കൂടുതൽ അപകടങ്ങളില്ലാതിരിക്കുന്നതും കൂടുതൽ ആളുകൾ പ്രശ്നങ്ങളില്ലാതിരിക്കുന്നതും മാധ്യമങ്ങളെ പേടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങൾക്കൊരു വലിയ റോള് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RDP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ INS വിജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി വീശെടുത്ത് കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, വീശ എടുക്കൂ, എടുക്കണം വീശ എന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഒരു സ്വയം വിലയിരുത്തൽ നടത്താൻ തയ്യാറാണെങ്കിൽ സത്യനന്ദിക്കാടിനെ കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം? ഞാൻ നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരാളല്ല. വ്യത്യസ്തനാകുമ്പോഴാണ് ഞാൻ എന്നെപ്പറ്റി തന്നെ അങ്ങനെ ചിന്തിക്കേണ്ടത്. എനിക്ക് പല സമയത്തും പലതരത്തിലുള്ള ആലോചനകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഒരു അത്ഭുതമല്ല എന്നുള്ളത് എനിക്കറിയാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, എൻ്റെ നാട്ടിൽ നടക്കുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള ഒരു പ്രശസ്തിയെ ചിലപ്പോൾ എന്നെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. അതിനപ്പുറത്ത് എൻ്റെ കൂട്ടുകാർക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ വലിയ പരിവേഷങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഈ 25 വർഷം മലയാള സിനിമയിലെ സംവിധായകനത്തിന് രംഗത്ത് നിന്നപ്പോൾ തൃശ്ശൂരിൽ എൻ്റെ കുറേ കൂട്ടുകാർ കൂടി ചേർന്നിട്ടും ഇപ്പോൾ KP രാജേന്ദ്രനെ പോലുള്ള മന്ത്രിമാരൊക്കെ എനിക്ക് TN പ്രതാപൻ ഇവരൊക്കെ ചേർന്നിട്ട് എനിക്ക് വലിയ സ്വീകരണം സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വലിയ വിഷമമായി പോയി. കാരണം അവരൊക്കെ അവരെന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അവർ വലിയ കമ്മിറ്റി രൂപീകരിക്കാൻ പോകുന്നു, ഒരു വലിയ മാധ്യമപ്രവർത്തകൻ്റെ അടുത്ത് പറഞ്ഞ് അയാളെ എൻ്റെ കൺവീനറാകാൻ പോകുന്നു, കളക്ടർ ഇടപെടാൻ പോകുന്നു. അങ്ങനെ ഇത് വലിയൊരു ആഘോഷമാക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും ശ്രീനിവാസനൊക്കെ ചേർന്നിട്ട്, അപ്പോൾ ഞാൻ പരസ്യമായിട്ട് പ്രസംഗിക്കുകയും ലേഖനത്തിൽ എഴുതുകയും ചെയ്തു. ഞാൻ അതിന് നിന്ന് തരില്ല. ഞാനത് പലരും വായിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനതിൽ പറഞ്ഞ വാചകങ്ങൾ ഇതായിരുന്നു. അന്തിക്കാട് തന്നെ 25 വർഷമായിട്ട് നന്നായി കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, നന്നായി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, നന്നായി ചെത്തുന്ന ചെത്തുകാരുണ്ട്, ഒരുപാട് അവനവൻ്റെ ജോലികൾ വളരെ നന്നായി ചെയ്യുന്ന വ്യക്തികളൊരു ധാരാളം. അവർക്കില്ലാത്തൊരു പ്രത്യേകത കുറേ സിനിമകൾ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമേ എനിക്കില്ല. അങ്ങനെ അത് ആ ഒരു സെക്ഷൻ വാഞ്ഞു പോവുകയാണ് ചെയ്തത്. ഞാനിങ്ങനെ ഒരു വലിയ അലങ്കാരങ്ങൾ താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ വേവലാതികളോടും കൂടിയാണ് എൻ്റെ 51ാമത്തെ സിനിമ ചെയ്യാൻ ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു നല്ലൊരു വിഷയം ഉണ്ടാവുകയും അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയും എനിക്ക് തൃപ്തികരമാവുന്ന രീതിയിൽ അത് പ്രേക്ഷകൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ സന്തോഷം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം.